ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടാൻസ് വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കറി റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. നമുക്ക് നല്ലൊരു നാടൻ മത്തിക്കറി വെച്ച് നോക്കിയാലോ? വായോ, നമുക്ക് നോക്കാം എന്നൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാണ്. ഞാനിവിടെ 1 കിലോ മത്തി വെച്ചുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന മത്തിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇടുന്ന ചേരുവകൾക്കൊക്കെ വ്യത്യാസം വരുത്താം. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ ഞാൻ ഗ്യാസിലോട്ട് നല്ല ഫ്ലെയിമിൽ ചട്ടി ഒന്ന് ചൂടാകാൻ വെക്കുന്നുണ്ട്. ചട്ടി ഏകദേശം ചൂടായതിനു ശേഷം അതിലോട്ട് 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം ലോവിലിട്ട് അതിലോട്ട് കടുകും ഉലുവയും വേപ്പിലയും ചേർത്ത് പൊട്ടിച്ചെടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ഇടാൻ മറക്കരുത്, കാരണം ഇത് കരിഞ്ഞു പോകാതെ നോക്കുകയും വേണം. അതിനുശേഷം അതിലോട്ട് ഒരു 5 പച്ചമുളകും 3-4 ചുവന്നുള്ളിയും ഒരു വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമ്മൾ അതിലോട്ട് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നന്നായി ഒന്ന് വഴറ്റി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അത് ഓപ്ഷണലാണ് കേട്ടോ, പക്ഷെ നിങ്ങൾ ഇതുവരെ ചേർത്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. നമ്മുടെ കറിക്കൊക്കെ നല്ല കൊഴുപ്പും കിട്ടും, അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും. അതൊക്കെ ശേഷം നമ്മളിതെല്ലാം ഒന്ന് ചേർത്ത് യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇടാം. അതൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം തിളപ്പിച്ച് ചൂടുവെള്ളം നമുക്ക് ഈ ഒരു പൊടിയിലോട്ട് മൂപ്പിച്ച് വെച്ച് പൊടിയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 4-5 കഷ്ണം കുടംപുളിയും ഇട്ട് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കുക. ഒരു 1-2 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ആ തിളച്ചതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ടിരിക്കുന്നതും അതോടൊപ്പം തന്നെ ഒരു നുള്ളു ഉലുവ പൊടിയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. അത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. കറി ഒന്ന് മൂടി വെച്ച് നോക്കുക. അതിനുശേഷം നമുക്ക് മത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് ഈ മത്തിക്കറി ഒന്ന് ഫുൾ ഫ്ലെയിമിലെ സ്റ്റൗവിൽ വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ സ്റ്റവ് ലോ ഫ്ലെയിമിലാക്കി ഒന്ന് പാകത്തിന് മത്തിക്കറി പറ്റിച്ചെടുക്കുക. ഇതെല്ലാം കഴിഞ്ഞ് ഇടയ്ക്ക് ഈ നമ്മുടെ മൺചട്ടി ഒന്ന് നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കുക. ഇളക്കാൻ സ്പൂൺ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.